നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ, എല്ലാം എന്റെ കൈവിട്ടു പോയി. എന്റെ മുന്നില് വേറൊരു വഴിയില്ലായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അമ്മയും വിശാൽ സാറിനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു മാർഗവും ഞാനിവിടെ കണ്ടില്ല അമ്മ. അതുകൊണ്ടാ ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവനും ഞാൻ പ്രഭാവതിയമ്മയുടെ പേരിൽ എഴുതി കൊടുത്തത്. ഇത്രയും വലിയ ചതി ഒരുക്കിയിട്ടാ പ്രഭാവതി അമ്മ എന്നെ ആത്മാനന്ദ സ്വാമികളുടെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോയതെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ഇപ്പോ ഞാൻ കാരണം വിശാൽ സാറ് വെറും കൈയോടെ നിൽക്കേണ്ട സ്ഥിതിയായി. ഞാനിതൊക്കെ എങ്ങനെ സാറിനോട് പറയും? എനിക്ക് അറിയില്ല അമ്മ. എനിക്ക് അമ്മയോട് മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ല. അമ്മയുടെ മകനെയും ഈ കുടുംബത്തെയും ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുമെന്ന് ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് അത് പാഴായിപ്പോയി അമ്മ. രക്ഷിക്കാൻ വന്ന ഞാൻ കാരണം ഇപ്പോ എല്ലാം നശിച്ചു. എല്ലാം കൈവിട്ടു പോയി. അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാനാവോന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കോ? മാപ്പ്. പാർവതി, പാർവതി, എന്താ ഇത്? പാർവതി, നീ എന്തിനാ കരയുന്നേ? എന്താടോ ഇത്? പൂജ മുടങ്ങിയതിനാണോ താൻ ഇങ്ങനെ കരയുന്നേ? എടോ, അതൊന്നും സാരമില്ലടോ. തടസ്സപ്പെട്ട പൂജ നമുക്കേ മറ്റൊരു ദിവസം നടത്താം. എടോ, പൂജ നടത്തിയാ പോരെ? താനേ സമാധാനായിട്ടിരിക്കെ, കരയാതിരിക്കെ പാർവതി. താൻ കരയല്ലേ? സംഭവിച്ച യാഥാർത്ഥ്യങ്ങൾ ഞാൻ എങ്ങനെ വിശാൽ സാറിനോട് പറയും? സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് ഒരു ചില്ലി കാശ് പോലും ഇല്ലാതെയാണ് നിൽക്കുന്നതെന്ന് സാറിന് അറിയില്ലല്ലോ. അത് എങ്ങനെ ഞാൻ അറിയിക്കും? വിശാൽ സാറിന് സ്വന്തം അമ്മയോടുള്ള സ്നേഹത്തെ മുതലെടുത്ത് പ്രഭാവതി അമ്മ എല്ലാം അപഹരിച്ചുവെന്ന് ഞാൻ എങ്ങനെ വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തും? നിങ്ങളുടെ സഹോദരനെയും ജാസ്മിനെയും എനിക്കിവിടുന്ന് പുറത്താക്കാമെങ്കിൽ നിങ്ങളെയും എനിക്കിവിടുന്ന് നിഷ്പ്രയാസം പുറത്താക്കാനാവും. അതുകൊണ്ട് പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ. 3 ദിവസം അതിനുള്ളിൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ. എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ആ പാർവതി എന്നോട് നടത്തിയത്. പുതിയന്നൂർ അമ്മയും ഗായത്രി ദേവിയുടെ ആത്മാവും കൂടെ ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നായിരുന്നല്ലോ.
അവളുടെ അഹങ്കാരം. ഇപ്പോ ആ അനുഗ്രഹവും ശക്തിയും ഒക്കെ എവിടെ പോയി? ഗായത്രിയുടെ ആത്മാവിനെ ബന്ധിക്കുമെന്നായപ്പോ അവള് താനേ താഴെ വീണു. അവളെ കീഴ്പ്പെടുത്താനുള്ള ബ്രഹ്മാസ്ത്രം അത് മാത്രമാണെന്ന് ഈ പ്രഭാവതിക്ക് അറിയാമായിരുന്നു. ഇവിടുത്തെ സ്വത്തുക്കൾ നേടിയെടുക്കാനാ പ്രഭാവതി ഇവിടുത്തെ മരുമകളായിട്ട് കേറിക്കൂടിയത്. ആ പ്രഭാവതി അത് നേടാതെ ഇവിടുന്ന് പരാജയപ്പെട്ടു പോകുമെന്ന് അവള് കരുതിയോ? എന്തായാലും എന്റെ ആഗ്രഹവും വാശിയും ഞാൻ സാധിച്ചു. സ്വത്തും കിട്ടി. ഗായത്രി ദേവിയുടെ ആത്മാവിനെ ബന്ധിക്കുകയും ചെയ്തു. ആന്റി വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ റിയ, ഈ ദിവസം അല്ലാതെ പിന്നെ ഏത് ദിവസം മോളെ ഞാൻ സന്തോഷിക്കേണ്ടത്? ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാ. അർമാദിക്കേണ്ട ദിവസം. എന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തി. ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ഞാൻ നേടിയെടുത്തു. സന്തോഷിച്ചോ. പക്ഷേ ഈ ചിരിയൊന്നും അധിക നാൾ ഈ മുഖത്ത് കാണില്ല. ഇപ്പൊ കൈ കിട്ടിയെന്ന് കരുതി അഹങ്കരിക്കുന്ന ഈ സ്വത്തുക്കളൊക്കെ ഞാൻ കൈവശപ്പെടുത്തുമ്പോ അന്നേരം കരയാനുള്ളതാണല്ലോ. ഇപ്പൊ ചിരിച്ചോ. നീ എന്താ മോളെ ആലോചിക്കുന്നേ? നമ്മുടെ പ്ലാൻ ഗംഭീരായിട്ട് വർക്കൗട്ട് ആയല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അല്ല ആന്റി, സ്വത്തുക്കളെല്ലാം ഇപ്പോ ആന്റിയുടെ പേർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രാജ്യവും രാജഭരണവും നഷ്ടപ്പെട്ട രാജകുമാരനും രാജകുമാരിയും ഇനി എന്ത് ചെയ്യും? രാജകുമാരന് വേണമെങ്കിൽ ഒരു അടിയാളനെ പോലെ ഇവിടെ കഴിയാൻ അനുവദിക്കാം, അല്ലേ? പക്ഷെ ഈ രാജകുമാരിയോ, അവളെ എന്ത് ചെയ്യും? എന്താ ആന്റിയുടെ മനസ്സിലെ ഉദ്ദേശം? മോളെ, നാളെ നേരെ ഒന്ന് വിളിത്തോട്ടെ. ഇവിടെ ചില രംഗങ്ങളൊക്കെ അരങ്ങേറും. നിനക്കത് കൺകുളിർക്ക കണ്ട് ആസ്വദിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.